നമസ്കാരം, ഞാൻ ദേശു. എല്ലാവർക്കും ദേശൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാസം കർക്കിടക മാസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരബലം ഏറ്റവും കുറഞ്ഞ മാസമാണ് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മൾ ശരീരബലം പുഷ്ടിപ്പെടുത്താനും കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കർക്കിടക കഞ്ഞിയായി കുടിക്കാറുണ്ട്, കർക്കിടക മരുന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പത്തില തോരൻ വെച്ച് കഴിക്കുക എന്നുള്ളത്. ഈ പത്തില തോരനിലെ ഓരോ ഇലകളും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുകയാണ്. അപ്പോൾ പൊതുവെ കുട്ടികളെ ഈ ഇലത്തോരൻ കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇലകളെ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കി ഈ കർക്കിടക മാസത്തിൽ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പത്തില തോരനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലയായ ചേമ്പില അല്ലെങ്കിൽ താളിലയെ കൊണ്ട് ഒരു പ്രധാന വിഭവമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക മാസത്തിലൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഇത് കഴിച്ചാൽ നല്ല പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പത്രട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ പച്ചരിയും അതേ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് തുവരപ്പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പും എടുക്കുക. എന്നിട്ട് അതിന് ശേഷം 4 മണിക്കൂർ നമ്മൾക്ക് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. താളില അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താളില വേണമല്ലോ. അപ്പം നമുക്ക് താളില പറിക്കാൻ പോകാം. ഈ താളില അപ്പത്തിനെ പത്രട എന്നുകൂടി പറയാറുണ്ട്. ഇത് ആദ്യമായി ഞാൻ പരിചയപ്പെട്ടത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് കൂടെ ഒരു കൊങ്ങണി കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ അവൾ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു വിഭവമാണ് ഈ താളില അപ്പം അല്ലെങ്കിൽ പത്രട എന്ന് പറയുന്നത്. കൂടാതെ അവൾ ഇതിനെ കൊണ്ട് ചമ്മന്തി ഇതൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും ഈ കാടും മേടും ഒക്കെ പറിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ ചുമ്മാ കളിയാക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ താളിൻ്റെ ഇലയൊക്കെ നമ്മൾ പറിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ താളിൻ്റെ ഇല എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തണ്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഇതിൻ്റെ ഈ ഒരു നാരുണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. അപ്പോൾ ഈ ഒരു മെയിൻ ഈ ഭാഗം ഉണ്ടാകുന്ന സമയത്താണ് ഈ ചേമ്പ് ചൊറിയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ചേമ്പില ചൊറിയുന്നത്. അപ്പോൾ താളിൻ്റെ ഇലയൊക്കെ നമ്മൾ ഇതിൻ്റെ മെയിൻ നാരൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കും. അപ്പോൾ ഇത് 4 മണിക്കൂർ കുതിർത്ത പച്ചരിയും തുവരപ്പരിപ്പുമാണ്. ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുണ്ടായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കളർ ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പുളി എടുക്കുന്ന സമയത്ത് ബിലിമ്പി പുളി എന്ന് പറയുന്ന പുളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പൊതുവേ അതാണ് ഉപയോഗിക്കാറ്. ഇനി അത് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വാളംപുളി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുളിയും ഉപ്പും എരിവൊക്കെ മുന്നിൽ നിൽക്കണം. പുളി ഞാനുണ്ടല്ലോ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്, അതാണ് ഈ കളറ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കായത്തിൻ്റെ കഷ്ണമാണ് ഉള്ളതെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി
ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ കൂട്ട് വെള്ളം അധികം വെള്ളം ആവാൻ പാടില്ല കൂട്ട്. അപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. കുറച്ച് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളം ആവാൻ പാടില്ല. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് ഒരു താളിൻ്റെ ഇല എടുക്കുക. ഇതുപോലെ തിരിച്ചു വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് കൂട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. അപ്പം മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇല വയ്ക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇല വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക. ഇനി ഈ ഇലയിലേക്കും നമുക്ക് കൂട്ട് തേച്ചു. ഇനി ഇതിന് മുകളിലേക്ക് മൂന്നാമത്തെ ഇല വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് അപ്പോൾ ഞാനിത് 4 ഇലയുടെ മുകളിലാണ് ഇത് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇലയിൽ വേണമെങ്കിലും ഇതുപോലെ തേച്ച് മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇത് നമുക്ക് തേച്ച് കൊടുക്കാം. കാരണം എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കാം. ഇതിലേക്കും നമുക്ക് ഇത് തേച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി ചെമ്മിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താളിൻ്റെ ഇലയപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ കണ്ടില്ലേ, ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് ഇതിന് മുകളിൽ കട്ട് ചെയ്തിട്ട് ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഇത് കഴിക്കാറ്. ഇത് കൂടാതെ നമ്മൾക്ക് റോസ്റ്റ് ചെയ്തും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ചെയ്യാറ് നമ്മുടെ തൊടിയിലുള്ള പല സസ്യങ്ങളും നമ്മൾ നശിപ്പിച്ചു കളയാറാണ് പതിവ്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ ഇലയെ കൊണ്ടുണ്ടാക്കിയ വിഭവം നല്ല വിഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ തൊടിയിലെ ഈ സസ്യങ്ങൾ നശിപ്പിക്കുന്നത് ഈ ഇലകൾ പിന്നീട് നമുക്ക് കുപ്പയിലെ മാണിക്യമാകാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഇലകളൊക്കെ നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുക. പല വിഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ താളിലയപ്പം അല്ലെങ്കിൽ പത്രട ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി ഞാൻ വീണ്ടും കാണുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.